രാധേ രാധേ. രാധാദേവിയുടെ പാദങ്ങളാണ് നമ്മളെപ്പോഴും ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. രാധാ പാദപത്മങ്ങൾ എന്നാ പറയുന്നത്. കോമളമായ മൃദുലമായ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ. ആ പാദങ്ങളിൽ ഇടത് കാൽപാദത്തിൽ മൊത്തം 11 ദിവ്യമായ ചിഹ്നങ്ങളും വലത് കാൽപാദത്തിൽ ബാക്കി 8 ചിഹ്നങ്ങളുമുണ്ട്. എല്ലാം കൂടി 19 ദിവ്യമായ അടയാളങ്ങൾ, അതിശയിപ്പിക്കുന്ന അപൂർവമായ അടയാളങ്ങളാണ് രാധാറാണിയുടെ പാദപത്മങ്ങളിലുള്ളത്. ആ പാദപത്മങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ നിറച്ചു വെച്ചിട്ട് അതാണ് ശരണാഗതി, വേറൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ അമ്മയെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആ ഭക്തന്റെ സകല ദുഃഖങ്ങളും മാറ്റിയിട്ട് ഉടലോടെ അയാളെ ഗോലോകത്തേക്ക് അമ്മ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും അടയാളങ്ങൾ ഉണ്ടെങ്കിലും അമ്മയുടെ കാൽപാദത്തിലുള്ള ഇടത് കാൽപാദത്തിലുള്ള ഒരു പ്രത്യേക അടയാളമുണ്ട്. ആ അടയാളമാണ് എല്ലാ രാധാഭക്തർക്കും ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. ആ അടയാളം എന്താന്ന് വെച്ചാൽ രാധാറാണിയുടെ ഇടത് കാൽപാദത്തിന്റെ നടുക്കുന്നു തുടങ്ങി മുകളിലേക്ക് തള്ളവിരലിന്റെയും രണ്ടാമത്തെ വിരലുണ്ടല്ലോ ചൂണ്ടുവിരലിന്റെയും ഇടയിലുള്ള ആ സന്ധിയിൽ വന്ന് അവസാനിക്കുന്ന ഒരു നേർരേഖ. ആ രേഖയുടെ പേരാണ് ഊർധ്വരേഖ. അപ്പൊ ആ ഊർധ്വരേഖ മനസ്സിൽ സ്മരിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ നമ്മളിങ്ങനെ ആ ഊർധ്വരേഖ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അമ്മ നമ്മളെ ഉടലോടുകൂടി ഗോലോകത്തേക്ക് കൊണ്ടുപോകും. അതായത് അഷ്ടസഖികൾ, അതായത് വിശാഖസഖിയും അതുപോലെ ലളിതസഖിയും നേരിട്ട് വന്ന അഷ്ടസഖികളോടൊപ്പം നമ്മളെ മരണസമയത്ത് നമ്മളെ വന്നിട്ട് നമ്മളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരമ്മ എങ്ങനെയാണോ അമ്മയുടെ ചേലത്തുമ്പിൽ ആരെങ്കിലും ഇങ്ങനെ ചുറ്റിപ്പിടിക്കുമ്പോൾ അമ്മ എങ്ങനെയാണോ ആ ആളെ സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മൾ ഈ രേഖ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ നൂലി പിടിച്ചിരിക്കുന്ന പോലെ നമ്മളെ ലൗകിക ദുഃഖങ്ങളാകുന്ന കിണറിൽ നിന്ന് അമ്മ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ഗോലോകത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ബാക്കി എല്ലാ ചിഹ്നങ്ങളും പ്രത്യേകതയുള്ളതും അപൂർവവുമാണെങ്കിലും ഈ ഊർധ്വരേഖ മനസ്സിൽ സ്മരിച്ചു കഴിഞ്ഞാൽ ഗോലോകപ്രാപ്തി ഉറപ്പാണ്. ഇനി എത്ര കൊടും പാപി ആയിക്കോട്ടെ, ജന്മാന്തരമായ അയാൾ പാപങ്ങൾ ചെയ്തിരിക്കുന്ന ആളാണ്, അയാൾക്ക് ഇനിയും ഒരുപാട് ജന്മങ്ങൾ ബാക്കിയുണ്ട്, കർമ്മബദ്ധങ്ങളും കർമ്മഫലങ്ങളും ബാക്കിയുണ്ടെങ്കിൽ പോലും അയാൾ അമ്മയുടെ പാദങ്ങൾ സ്മരിച്ചിട്ട് ഈ ഊർധ്വരേഖ ഉള്ളിൽ കൊണ്ട് നടക്കുവാണെങ്കിൽ ആ ആൾക്ക് ഉറപ്പായും ഗോലോകപ്രാപ്തി ഉണ്ടാകും. എങ്ങനെയാണോ രത്നാകരൻ എന്നുള്ള രാക്ഷസൻ മര എന്ന് ജപിച്ച് അയാൾ വാൽമീകിയായി മാറി രാമായണം എഴുതിയത്, ഒരുപക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എത്ര കൊടും പാപി ആയിക്കോട്ടെ രാധാനാമം സ്മരിച്ചിട്ട് അമ്മയുടെ പാദങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഊർധ്വരേഖ സ്മരിച്ചു കഴിഞ്ഞാൽ ഗോലോകപ്രാപ്തി അയാൾക്ക് ഉറപ്പാണ്. ജയ് ശ്രീ രാധേ രാധേ.